കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കുറച്ചായി. ഇതിനിടയിൽ എത്ര തവണ നിങ്ങൾ ആ പ്രഗ്നൻസി കിറ്റിലേക്ക് നോക്കി കണ്ണീരൊഴുക്കിയിട്ടുണ്ടാകും. ഒരൊറ്റ ചുവപ്പ് വര മാത്രം കാണുമ്പോൾ ഉള്ളിൽ തകരുന്ന ആ ഒരു വേദന അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാകൂ. ബന്ധുക്കളുടെ ചോദ്യങ്ങൾ, വിശേഷം ഒന്നും ആയില്ലേ എന്ന നാട്ടുകാരുടെ ആ ഒരു നോട്ടം, എല്ലാ മാസവും പീരീഡ്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നിരാശ, ഞാൻ എടുത്ത ട്രീറ്റ്മെൻറ്റുകൾക്ക് കുറവില്ല, കഴിച്ച മരുന്നുകൾക്ക് കണക്കില്ല എന്ന് നിങ്ങൾ സ്വയം പറയുന്നുണ്ടാകും അല്ലേ? എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാ മരുന്നുകളും കൃത്യമായി കഴിക്കുന്നുണ്ടാകും, വലിയ വലിയ ഡോക്ടർമാരെ കാണുന്നുമുണ്ടാകും. പക്ഷേ ഒരു കുഞ്ഞിനായുള്ള നിങ്ങളുടെ കാത്തിരിപ്പ് നീളുന്നതിന് കാരണം നിങ്ങളുടെ അടുക്കളയിൽ തന്നെയുള്ള നിങ്ങൾ ദിവസവും കഴിക്കുന്ന ചില ആഹാര പദാർത്ഥങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, നമ്മൾ ഇന്നു മുതൽ ഒരു പുതിയ യാത്ര തുടങ്ങുകയാണ്. 7-day ഫെർട്ടിലിറ്റി ചാലഞ്ച്. നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ഗർഭപാത്രത്തെ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ പാകത്തിന് പ്രകൃതിദത്തമായി മാറ്റിയെടുക്കാനുള്ള 7 ദിവസങ്ങൾ. ഇന്ന് 1-ാം ദിവസമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലക്ഷക്കണക്കിന് സ്ത്രീകളിൽ ഗർഭധാരണം തടയുന്ന, എന്നാൽ ആരും തിരിച്ചറിയാതെ പോകുന്ന ആ രഹസ്യ വില്ലനെ കുറിച്ചാണ്. ഈ 7 ദിവസവും ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഫെർട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റം കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ നമുക്ക് ആ വില്ലനെ കണ്ടെത്താം. വെൽക്കം ടു ഡേ 1. നമ്മളിൽ ഭൂരിഭാഗം പേരും വിചാരിക്കുന്നത് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ കൺസീവ് ചെയ്യാത്തത് ഗർഭപാത്രത്തിൻ്റെ വലിയ എന്തോ തകരാറ് കൊണ്ടാണ് എന്നാണ്. എന്നാൽ മെഡിക്കൽ സയൻസ് പറയുന്ന യഥാർത്ഥ ട്വിസ്റ്റ് എന്താണെന്നറിയാമോ? പല സ്ത്രീകളിലും പ്രഗ്നൻസി നടക്കാത്തതിൻ്റെ പ്രധാന കാരണം സൈലന്റ് ഇൻഫ്ലമേഷൻ അഥവാ ശരീരത്തിനുള്ളിലെ, പ്രത്യേകിച്ച് ഗർഭപാത്രത്തിലെയും ഫലോപ്പിയൻ ട്യൂബുകളിലെയും നേരിയ നീർക്കെട്ടാണെന്നാണ്. ഈ നീർക്കെട്ട് കഠിനമായ വേദനയോ വലിയ ലക്ഷണങ്ങളോ കാണിക്കില്ല. അതുകൊണ്ട് തന്നെ സാധാരണ സ്കാനുകളിൽ പോലും ഇത് പലപ്പോഴും കൃത്യമായി തിരിച്ചറിയാൻ കഴിയില്ല. ആലോചിച്ച് നോക്കൂ, ഭ്രൂണം ഗർഭപാത്രത്തിൽ വന്ന് ഒട്ടിപ്പിടിക്കേണ്ട സമയത്ത്, അതായത് ഇംപ്ലാന്റേഷൻ ഫേസിൽ അവിടെ നേരിയൊരു ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ ഗർഭധാരണം എങ്ങനെ വിജയകരമാകും? ട്യൂബുകളിൽ നീർക്കെട്ടുണ്ടാകുമ്പോൾ ട്യൂബുകൾ ബ്ലോക്ക് അല്ലെങ്കിൽ പോലും ബ്ലോക്ക് ആയതുപോലെ പ്രവർത്തിക്കും. ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് ഇൻഫെക്ഷൻസ് കൊണ്ടും നമ്മുടെ തെറ്റായ ഭക്ഷണ രീതി കൊണ്ടും കൂടിയാണ്. നിങ്ങൾ വലിയ വില കൂടിയ ഹോർമോൺ മരുന്നുകൾ കഴിച്ചാലും ശരീരത്തിലെ ഈ ഇൻഫ്ലമേഷൻ മാറ്റിയില്ലെങ്കിൽ ഫലം 0 അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ നീർക്കെട്ടിനെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായി തുടച്ചു നീക്കുക എന്നതാണ്. എനിക്ക് പലപ്പോഴും മെസ്സേജുകൾ വരാറുണ്ട്, ചേച്ചി എല്ലാ മാസവും ഡേറ്റ് തെറ്റുമ്പോൾ ഉള്ളിൽ ഒരു പ്രതീക്ഷയാണ്, ദൈവമേ ഇത്തവണ ശരിയാകണേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ പീരീഡ്സ് ആകും. അപ്പോൾ തോന്നുന്ന ആ ഒരു ശൂന്യത, അത് താങ്ങാൻ പറ്റുന്നില്ല എന്ന്. നിങ്ങളുടെ ഈ ഒരു മാനസികാവസ്ഥ എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകും. പലരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടാകും, നിങ്ങളുടെ ശരീരത്തിൻ്റെ കുഴപ്പമാണെന്ന് പറയുന്നുണ്ടാകും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒട്ടും നിരാശപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ശരീരം മോശമായതുകൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്, മറിച്ച് ശരീരത്തിന് കൃത്യമായ ഇന്ധനം, അതായത് ന്യൂട്രീഷൻസ് ലഭിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ശരീരത്തിന് സ്വയം സുഖപ്പെടുത്താനുള്ള ഒരു വലിയ കഴിവുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഒന്ന് സഹായിക്കുക എന്നത് മാത്രമാണ്. ഈ ഫെർട്ടിലിറ്റി ചലഞ്ച് കേവലം സ്ത്രീകൾക്ക് മാത്രമല്ല, ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. കാരണം ഒരു കുഞ്ഞുണ്ടാകാൻ എഗ്ഗിൻ്റെ ക്വാളിറ്റി എത്രത്തോളം പ്രധാനമാണ്, അത്രത്തോളം തന്നെ പ്രധാനമാണ് സ്പേമിൻ്റെ ക്വാളിറ്റിയും. അതുകൊണ്ട് ഇന്നത്തെ 1-ാം ദിവസം മുതൽ ഈ ഡയറ്റ് 2 പേരും ഒരുമിച്ച് പിന്തുടരുക. നമ്മൾ ഒരുമിച്ച് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ മാറ്റാൻ നമ്മുടെ അടുക്കളയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ 2 അത്ഭുത മരുന്നുകൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തത് ഫ്ലാക്സ് സീഡാണ്. ശരീരത്തിലെ നീർക്കെട്ടിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ. ഫ്ലാക്സ് സീഡിൽ ഈ ഒമേഗ 3 ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇത് ഗർഭപാത്രത്തിലെ കോശങ്ങളെ സുഖപ്പെടുത്തുകയും ഹോർമോൺ ബാലൻസ് ചെയ്യുകയും ചെയ്യും. ഇത് കഴിക്കേണ്ടതിന് കൃത്യമായ ഒരു ശാസ്ത്രീയ രീതിയുണ്ട്. പലരും ഫ്ലാക്സ് സീഡ് അങ്ങനെ തന്നെ ചവച്ചരച്ച് കഴിക്കും. എന്നാൽ ഇതിൻ്റെ പുറന്തോട് വളരെ കട്ടിയുള്ളതാണ്. നമ്മൾ അങ്ങനെ കഴിച്ചാൽ അത് ദഹിക്കാതെ മലത്തിലൂടെ പുറത്തു പോകും, ശരീരത്തിന് ഒരു ഗുണവും കിട്ടില്ല. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ആദ്യം നല്ല വൃത്തിയുള്ള ഫ്ലാക്സ് സീഡ് എടുക്കുക. അതിൽ മണ്ണോ പൊടിയോ ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. ഇത് വറുക്കേണ്ട ആവശ്യമില്ല. ഈ പച്ചയായ ഫ്ലാക്സ് സീഡ് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ദിവസത്തേക്കുള്ളത് ഒന്നിച്ച് പൊടിച്ച് വെക്കരുത്. കാരണം ഒമേഗ 3 വായു സമ്പർക്കത്തിൽ വരുമ്പോൾ പെട്ടെന്ന് ഓക്സിഡൈസ്ഡ് ആകും, അതിൻ്റെ ഗുണം നഷ്ടപ്പെടും. അതുകൊണ്ട് പരമാവധി 7 ദിവസത്തേക്കുള്ളത് മാത്രം പൊടിക്കുക. ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇനി ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദിവസവും രാവിലെ
നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് 1/2 ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുക. ഇനിയും ഈ ഫ്ലാക്സ് സീഡ് പൊടിയിൽ നിന്ന് കൃത്യം 1/2 ടീസ്പൂൺ എടുത്ത് കഴിക്കുക. അതിന് മുകളിൽ ഈ ചെറു ചൂടുവെള്ളം കുടിക്കാവുന്നതാണ്. ഓർക്കുക, ഇതിന് മുകളിൽ തണുത്ത വെള്ളം കുടിക്കരുത്, ചെറു ചൂടുവെള്ളം മാത്രമേ കുടിക്കാവൂ. PCOD, PCOS, ഗർഭപാത്രത്തിലെ ഫൈബ്രോയിഡുകൾ, എൻഡോമെട്രിയോസിസ് എന്നിവയുള്ളവർക്ക് ഇതൊരു അമൃതമാണ്. പീരീഡ്സിന്റെ 1-ാം ദിവസം മുതൽ 20-ാം ദിവസം വരെ ഇത് മുടങ്ങാതെ കഴിക്കണം. ഇനിയും ഫ്ലാക്സ് സീഡ് കഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നാവുന്ന ചില സംശയങ്ങൾ നമുക്ക് നോക്കാം. പീരീഡ് സമയത്തും ഫ്ലാക്സ് സീഡ് കഴിക്കാമോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതെ, തീർച്ചയായിട്ടും കഴിക്കാവുന്നതാണ്. പീരീഡ് സമയത്തുണ്ടാകുന്ന വയറുവേദന, മൂഡ് സ്വിങ്സ്, അമിതമായ ബ്ലീഡിംഗ് അല്ലെങ്കിൽ ബ്ലീഡിംഗ് കുറവ് എന്നിവ പരിഹരിക്കാൻ ഫ്ലാക്സ് സീഡ് സഹായിക്കും. ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് പീരീഡ്സിൻ്റെ 1-ാം ദിവസം മുതൽ തന്നെ ഇത് കഴിച്ചു തുടങ്ങാവുന്നതാണ്. ഇനിയും ഇത് ചൂടുവെള്ളത്തിൽ തന്നെ കലക്കി കുടിക്കണോ എന്നുള്ളത് നിർബന്ധമില്ല. നിങ്ങൾക്ക് അത് ചൂടുവെള്ളത്തിൽ വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ നേരിട്ട് അത് വിഴുങ്ങിയിട്ട് മുകളിൽ ചെറു ചൂടുവെള്ളം കുടിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ രാവിലെ കഴിക്കുന്ന ഓട്സ് കഞ്ഞിയിലോ സ്മൂത്തിയിലോ അല്ലെങ്കിൽ സാധാരണ മോരിലോ 1/2 ടീസ്പൂൺ ചേർത്ത് കഴിച്ചാലും മതി. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തണുത്ത വെള്ളത്തിൽ കഴിക്കരുത്. ഇത് കഴിച്ചതിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിക്കാനും പാടില്ല. ഇനിയും പ്രഗ്നൻ്റ് ആകാൻ ശ്രമിക്കുന്നവർക്ക് ഓവുലേഷന് ശേഷം ഇത് കഴിക്കാമോ എന്നുള്ളത് ഒരു ഡൗട്ടാണ്. നമ്മുടെ ഈ 7 ഡേ ചലഞ്ച് പ്രകാരം ഫ്ലാക്സ് സീഡ് പീരീഡ്സിൻ്റെ 1-ാം ദിവസം മുതൽ 20-ാം ദിവസം വരെ മാത്രം കഴിക്കുക. 20-ാം ദിവസത്തിന് ശേഷം, അതായത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഒരു സമയം തൊട്ട് ഇത് താൽക്കാലികമായി നിർത്തുന്നതാണ് നല്ലത്. കാരണം ഇതിൽ ലിഗ്നാൻസ് അടങ്ങിയിട്ടുള്ളതിനാൽ നേരിയ തോതിൽ ഈസ്ട്രജൻ ഹോർമോണിനെ സ്വാധീനിക്കാൻ ഇതിന് കഴിയും. ഇനിയും നെക്സ്റ്റ് ആണ് പുരുഷന്മാർക്ക് ഇത് കഴിക്കാമോ എന്നുള്ളത്. തീർച്ചയായിട്ടും കഴിക്കാവുന്നതാണ്. ഇതിലെ omega-3 ഫാറ്റി ആസിഡുകൾ പുരുഷന്മാരിലെ സ്പേംസിൻ്റെ മോട്ടിലിറ്റിയും ക്വാളിറ്റിയും വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്. ഹസ്ബൻഡിനും ദിവസവും 1/2 ടീസ്പൂൺ വീതം നൽകാവുന്നതാണ്. ഇനിയും ഫ്ലാക്സ് സീഡ് മുഴുവനോടെ കഴിച്ചാൽ എന്താ കുഴപ്പം എന്ന് ഒരുപാട് പേര് നമ്മുടെ വീഡിയോയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. ഫ്ലാക്സ് സീഡിൻ്റെ പുറന്തോട് മനുഷ്യ ശരീരത്തിന് പെട്ടെന്ന് ദഹിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുഴുവനോടെ കഴിച്ചാൽ അത് ദഹിക്കാതെ അതേപടി അങ്ങ് പുറത്തു പോകും. ശരീരത്തിന് ഒരു ഗുണവും കിട്ടില്ല. അതുകൊണ്ടാണ് എപ്പോഴും പൊടിച്ച് തന്നെ കഴിക്കണം എന്ന് പറയുന്നത്. ഇനിയും നമ്മുടെ 2-ാമത്തെ മാന്ത്രിക കൂട്ട്, അതാണ് ഗോൾഡൻ വാട്ടർ അഥവാ മഞ്ഞൾ വെള്ളം. മഞ്ഞളിലെ കുർക്കുമിൻ എന്ന ഘടകം ലോകത്തിലെ ഏറ്റവും മികച്ച ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നാണ്. ഇത് ലിവർ ഡീറ്റോക്സ് ചെയ്യാനും സഹായിക്കും. കടകളിൽ നിന്ന് വാങ്ങുന്ന കെമിക്കൽ ചേർത്ത മഞ്ഞൾപ്പൊടി ഇതിനായിട്ട് ഉപയോഗിക്കരുത്. വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്ത ശുദ്ധമായ മഞ്ഞൾ വേണം ഉപയോഗിക്കാൻ. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. 1 കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്ക് 2 ഗ്രാം, ഏകദേശം 1/4 ടീസ്പൂൺ ശുദ്ധമായ മഞ്ഞൾപ്പൊടി ഇടുക. ഇതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, 1 നുള്ളു കുരുമുളക് പൊടി. എന്തുകൊണ്ടെന്നാൽ കുരുമുളക് ചേർത്താൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് മഞ്ഞളിലെ കുർക്കുമിൻ പൂർണ്ണമായിട്ട് ആഗീകരണം ചെയ്യാൻ കഴിയൂ. ഇത് 3-4 മിനിറ്റ് തിളപ്പിച്ച ശേഷം അരിച്ചെടുക്കുക. ഇതിൽ പഞ്ചസാരയോ ഉപ്പോ ഒന്നും ചേർക്കാൻ പാടില്ല. രാത്രി ഉറങ്ങുന്നതിന് മുൻപോ അല്ലെങ്കിൽ പകൽ സമയത്തോ ഇത് കുടിക്കാവുന്നതാണ്. രാത്രി പാല് കുടിക്കുന്ന ശീലമുള്ളവർക്ക് ഈ മഞ്ഞളും കുരുമുളകും പാലും ചേർത്ത് ഗോൾഡൻ മിൽക്കായും കഴിക്കാവുന്നതാണ്. നിങ്ങളുടെ പീരീഡ്സ് ആരംഭിക്കുന്ന ദിവസം, അതായത് ഡേ 1 മുതൽ അടുത്ത 20 ദിവസത്തേക്ക് ഇത് തുടർച്ചയായി ദിവസവും 1 നേരം മാത്രം കുടിക്കുക. ഓവുലേഷൻ കഴിഞ്ഞ് ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഒരു സമയത്ത്, അതായത് പീരീഡ് സൈക്കിളിൻ്റെ 20-ാം ദിവസത്തിന് ശേഷം ഇത് കുടിക്കുന്നത് താൽക്കാലികമായി നിർത്തണം. അടുത്ത മാസം പീരീഡ്സ് ആകുമ്പോൾ വീണ്ടും ഇതേ രീതിയിൽ 1-ാം ദിവസം മുതൽ 20 ദിവസം വരെ കുടിക്കുക. ഇങ്ങനെ തുടർച്ചയായി 3 മാസത്തെ സൈക്കിൾ പൂർത്തിയാക്കുന്നത് ശരീരത്തിലെ നീർക്കെട്ടും ഹോർമോൺ തകരാറുകളും പൂർണ്ണമായിട്ട് മാറ്റാൻ സഹായിക്കും. ഇനിയും ഇതേ സംബന്ധിച്ച് നിങ്ങൾക്ക് വരാവുന്ന ചില ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്യാം. പീരീഡ് സമയത്ത് ഹെവി ബ്ലീഡിംഗ് ഉള്ളവർക്ക് ഇത് കുടിക്കാമോ എന്നുള്ളത്. മഞ്ഞൾ രക്തയോട്ടം അല്പം കൂട്ടാൻ സാധ്യതയുള്ളതിനാൽ ഹെവി ബ്ലീഡിംഗ് ഉള്ളവർ പീരീഡ്സിൻ്റെ ആദ്യത്തെ 2 ദിവസം ഇത് ഒഴിവാക്കുക. പകരം പീരീഡ്സിൻ്റെ 3-ാം ദിവസം, അതായത് ഡേ 3 മുതൽ കൗണ്ട് ചെയ്ത് 20 ദിവസം കുടിച്ചാൽ മതിയാകും. നെക്സ്റ്റ് നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു ഡൗട്ടാണ്, ഇതിൽ മധുരത്തിന് തേനോ ശർക്കരയോ ചേർക്കാമോ എന്നുള്ളത്. ഫെർട്ടിലിറ്റി ചലഞ്ചിൻ്റെ ഭാഗമായി ചെയ്യുമ്പോൾ ഇതിൽ പഞ്ചസാരയോ ശർക്കരയോ തേനോ ഒന്നും ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം മധുരം ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടും. മഞ്ഞളിൻ്റെ തനതായ രുചിയിൽ തന്നെ കുടിക്കാൻ ശ്രമിക്കുക. ഈ 2 റെമഡികളും ഒന്നിച്ച് കഴിക്കാമോ അതോ ഗ്യാപ്പ് വേണോ എന്ന് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ഡൗട്ടായിരിക്കും. ഒന്നിച്ച് കഴിക്കരുത്, നല്ല ഗ്യാപ്പ് വേണം. ഫ്ലാക്സ് സീഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് കഴിക്കേണ്ടത്. മഞ്ഞൾ വെള്ളം അല്ലെങ്കിൽ മഞ്ഞൾ പാല് രാത്രി കിടക്കുന്നതിന് മുൻപാണ് കുടിക്കേണ്ടത്.
രണ്ടും തമ്മിൽ ഏകദേശം 10 തൊട്ട് 12 മണിക്കൂറിൻ്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട് ശരീരത്തിൽ ഇവയുടെ ഗുണങ്ങൾ കൃത്യമായി ആഗിരണം ചെയ്യാൻ സാധിക്കും. അൾസർ അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ ഉള്ളവർ മഞ്ഞൾ വെള്ളവും കുരുമുളകും കഴിച്ചാൽ പ്രശ്നമാകുമോ എന്ന് ചിലവർക്കെങ്കിലും ഡൗട്ട് തോന്നാൻ സാധ്യതയുണ്ട്. കടുത്ത അൾസർ ഉള്ളവരോ നെഞ്ചരിച്ചിൽ ഉള്ളവരോ ആണെങ്കിൽ കുരുമുളകിൻ്റെ അളവ് ഒരു ചെറിയ നുള്ളിൽ മാത്രം ഒതുക്കുക. വെള്ളത്തിന് പകരം പാലിൽ മഞ്ഞളും കുരുമുളകും ചേർത്ത് കഴിക്കുന്നത് വയറിന് കൂടുതൽ തണുപ്പ് നൽകുകയും അൾസർ വരാതെ സംരക്ഷിക്കുകയും ചെയ്യും. ഇനിയും മഞ്ഞൾ വെള്ളം കുടിച്ചാൽ ശരീരത്തിന് ഒരുപാട് ചൂടാകുമോ എന്ന് ചിലവർക്കെങ്കിലും ഡൗട്ട് തോന്നാം. നമ്മൾ ഉപയോഗിക്കുന്നത് വെറും 1/4 ടീസ്പൂൺ മഞ്ഞൾ മാത്രമാണ്. ഈ അളവിൽ കഴിച്ചാൽ ശരീരം അമിതമായിട്ട് ചൂടാകില്ല. എങ്കിലും ശരീരം ഒരുപാട് ഹീറ്റ് ആകുന്ന പ്രകൃതമാണ് നിങ്ങളുടെ എങ്കിൽ ദിവസവും 2 തൊട്ട് 3 ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ ചലഞ്ച് ചെയ്യുമ്പോൾ ചായയോ കാപ്പിയോ കുടിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് തോന്നാവുന്ന കാര്യമാണ്. രാവിലെ ഫ്ലാക്സ് സീഡ് കഴിക്കുന്നതിന് അരമണിക്കൂർ മുൻപോ പിൻപോ ചായയോ കാപ്പിയോ കുടിക്കരുത്. കാപ്പിയിലുള്ള കഫെയിൻ ഫ്ലാക്സ് സീഡിലെ പോഷകങ്ങളെ ശരീരം വലിച്ചെടുക്കുന്നതിന് തടയും. പൊതുവെ ഫെർട്ടിലിറ്റി എൻഹാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചായയുടെയും കാപ്പിയുടെയും ഉപയോഗം ദിവസത്തിൽ 1 കപ്പായി ചുരുക്കുന്നതാണ് നല്ലത്. തൈറോയ്ഡ് മരുന്ന് കഴിക്കുന്നവർക്ക് ഇത് കഴിക്കാമോ എന്ന് ചിലവർക്കെങ്കിലും ഡൗട്ട് തോന്നാം. കഴിക്കാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. സാധാരണയായി തൈറോയ്ഡ് മരുന്ന് വെറും വയറ്റിലാണല്ലോ കഴിക്കാറുള്ളത്. നമ്മുടെ ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ്. അതുകൊണ്ട് ഇവ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. കണ്ടില്ലേ, എത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള ഈ 2 കാര്യങ്ങൾ കൃത്യമായ അളവിലും രീതിയിലും കഴിച്ചു തുടങ്ങിയാൽ വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയാൻ തുടങ്ങും. അടിവയറ്റിലെ കനം, പീരീഡ് സമയത്തെ കടുത്ത വേദന എന്നിവയൊക്കെ മാറുന്നത് നിങ്ങൾക്ക് സ്വയം അനുഭവപ്പെടും. പക്ഷേ ഒരു കാര്യമുണ്ട്, വെറുതെ ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇത് ഇന്ന് തന്നെ ചെയ്തു തുടങ്ങണം. മനസ്സിന് നല്ല പോസിറ്റിവിറ്റി നൽകുക. ഞാൻ അമ്മയാകാൻ പോവുകയാണ്, എൻ്റെ ശരീരം അതിന് തയ്യാറെടുക്കുകയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുക. സ്ട്രെസ്സ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുക്കുകയാണ് എങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ Day 1 completed അല്ലെങ്കിൽ I am ready എന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങളിൽ ആരൊക്കെയാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയണം. നാളെ 2ാം ദിവസം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മലയാളികൾക്ക് ചോറില്ലാതെ പറ്റില്ല, അല്ലേ? എന്നാൽ നമ്മൾ കഴിക്കുന്ന വെളുത്ത ചോറാണ് നമ്മുടെ ഹോർമോൺ തെറ്റിക്കുന്നതെന്ന് പറഞ്ഞാലോ? നാളെ നമ്മൾ ആ ചോറിന് പകരമുള്ള ഒരു സൂപ്പർ ധാന്യത്തെ പരിചയപ്പെടും. നാളത്തെ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. ഈ വീഡിയോ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ഈ വീഡിയോ നിങ്ങൾക്ക് 1% യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് യൂട്യൂബ് അൽഗോരിതത്തിന് ഒരു സിഗ്നലാണ്. സമാനമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ പ്രത്യാശയുടെ വീഡിയോ എത്തിക്കാൻ അത് സഹായിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തൂ. നിങ്ങളുടെ ഈ മനോഹരമായ യാത്രയിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ സപ്പോർട്ടോ എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പറിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് സ്ക്രീനിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വാട്സാപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ് തന്നെ വാട്സപ്പിലൂടെ കണക്റ്റ് ആകാവുന്നതാണ്. നമുക്ക് മറ്റൊരു മനോഹരമായ വീഡിയോയിലൂടെ വീണ്ടും വേഗം തന്നെ കാണാം. അതുവരേക്കും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഹാപ്പി ആയിട്ട് വെക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ ഡിയേഴ്സ്. ബൈ.